ഹായ് എവ്രി വൺ. അപ്പം നമ്മളിവിടെ ഒരു പോള് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് റീഡിങ്സ് ആണ് വേണ്ടത് എന്ന്. അപ്പോൾ അതിൻ്റെ യൂണിയൻ റീഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ 38% ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിയൻ റീഡിംഗ് നോക്കാം കേട്ടോ നമുക്ക് ഇന്ന്. അതിന് മുന്നേ ചെറിയൊരു ക്ലൻസിങ് ഞാൻ ചെയ്യുന്നുണ്ട്. എനർജി ഒന്ന് ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിയൻ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിയനെ കുറിച്ചിട്ടുള്ളൊരു കൺഫ്യൂഷനിൽ പോകുന്നവർക്കാണെങ്കിൽ അതിനുള്ളൊരു മെസ്സേജസ് തരാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ ക്ലാൻസ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സബ്സ്ക്രൈബേഴ്സിന് യൂണിയൻ ആകുമോ എന്നുള്ളൊരു കാർഡാണ്. കാണുന്നവർ ഒരുപാട് നാളായിട്ട് സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ സ്പിരിച്വലി പോകുന്നവർക്കാണെങ്കിൽ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകുമോ എന്നൊരു കാർഡാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പിരിച്വലി ഒക്കെ പോകുന്നവരാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുണ്ടായിരിക്കാം. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഡാർക്കർ സൈഡ് എന്താണെന്നും നിങ്ങളുടെ ലൈറ്റർ സൈഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇൻഡ്യൂഷൻ സെക്ഷുവലി ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. കുറച്ചുകൂടി നല്ല വൈബ്രേഷൻസ് വളരെ അലൈൻമെൻറ്റിലായത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആകുന്നവർക്ക് ഒന്നുകൂടി യൂണിയൻ പോസിബിലിറ്റീസ് ഹൈ ആയിരിക്കും കേട്ടോ. ജസ്റ്റിസ് കാണിക്കുന്നു. ജസ്റ്റിസ് മീൻസ് എന്താണ്? കർമ്മ. ഒരുപാട് കർമ്മ ഈ ഒരു ഇയർ അനുഭവിച്ചിട്ടുണ്ട്. കർമ്മ ഇയർ ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് പറയും, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ 10 പേര് തെറ്റ് ചെയ്യുന്നുണ്ട്, 10 പേരുണ്ട്, അതിൽ നിങ്ങൾ തെറ്റ് ചെയ്ത പെട്ടെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യും. കാരണം സാറ്റേൺ നിങ്ങൾക്ക് ജസ്റ്റിസിൻ്റെ ഒരു കണ്ണുണ്ട്. ഓക്കെ, അടുത്തത് 6 ഓഫ് വാൻസ് ആണ് പറയുന്നത്. 6 ഓഫ് വാൻസ് മീൻസ് നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു. അതും ഒരു യൂണിയൻ സംബന്ധമായിട്ട് പറയാം കേട്ടോ. കാരണം വിൻ ചെയ്യുന്നു, സക്സസ്, വിൻ എന്നൊക്കെയാണ് ഈ കാർഡ് പറയുന്നത്. 9 ഓഫ് സോഡ്സ് ഉണ്ട്, 10 ഓഫ് കപ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 കാർഡ്സ് ആണ്. 10 ഓഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് സോഡ്സ് ആണ്. ആൻഡ് ബോട്ടം ഹെയറോഫെന്റ് ആണ്. ഹെയറോഫെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് എന്ന്. 10 10 9 9 യെസ്, രണ്ടെണ്ണം അങ്ങനെ വന്നിട്ടുണ്ട്. 10 10 9 11 6 2 5 1 അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി നമുക്ക് കാർഡ്സ് എടുക്കാം. ഏൻഷ്യൻ ഡെക്കിൽ നിന്ന് എടുക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ്? യൂണിയൻ റീഡിംഗ് ആണ്. അപ്പോൾ യൂണിയൻ്റെ കേസിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് മെസ്സേജസ്? ഏസ് ഓഫ് സോഡ്സ്. ഏസ് ഓഫ് സോഡ്സ് 2 പ്രാവശ്യം വന്നിട്ട് ഇതൊന്നും ഏസ് ഓഫ് സോഡ്സ് ആണ്. ഈ ഇടയ്ക്കിലും ഏസ് ഓഫ് സോഡ്സ് പറയുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഇവിടെ. ആൻഡ് 6 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. 2 കാർഡും കൂടി എടുക്കാം. ദ മൂൺ ആൻഡ് ദ ഹെയർ ഓഫ്. 2 കാർഡ്സ് 2 ഡെക്കിലും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ബോട്ടം നോക്കട്ടെ. 7 ഓഫ് സോഡ്സ്. ഫസ്റ്റ് തന്നെ ഷഫിൾ ചെയ്യുമ്പോൾ 7 ഓഫ് സോഡ്സ് കാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ കേസ് പറയുന്നത് യൂണിയൻ്റെ കേസ് പറയുന്നത്, കാരണം ഇതിൽ കുറേ പേര് കാണുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും മീൻസ് 2 തരത്തിലാണ് പറയാൻ സാധിക്കുക. ഇതിൽ നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസസ് കാണിക്കുന്നുണ്ട്, ഒരു യൂണിയൻ പോസിബിലിറ്റി. ബിക്കോസ് 10 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. കാരണം സ്പിരിച്വലി പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസസ് ഉണ്ട്, യൂണിയൻ ചാൻസസ് ഉണ്ട്. ഇനി വേറൊരു തരം കാണിക്കുന്നുണ്ട്, ചീറ്റിംഗ് കാണിക്കുന്നു, മൂൺ കാർഡ് കാണിക്കുന്നു, അല്ലെങ്കിൽ 9 ഓഫ് സോഡ്സ്. ഈ ഒരു എനർജിയിൽ പോകുന്നവരാണെങ്കിൽ 9 ഓഫ് സോഡ്സ് എന്താണ് നടക്കാത്തത്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്താണ് ഡിലേ ആവുന്നത്. നിങ്ങൾ ഈ ഒരു യൂണിയൻ നടക്കാൻ വേണ്ടി നിങ്ങൾ പല രീതിയിലുള്ള എനർജീസിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾ ബ്ലാക്ക് മാജിക് എനർജിക്കൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ പോകുന്ന ആൾക്കാരോട് പറയുന്നത് മൂൺ കാർഡാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ആ ഒരു പേഴ്സൺ. ഡബിൾ ഡീലിംഗ് ഡിസെപ്ഷൻസ് കണ്ടോ, ട്രിക്കറി, നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡേഞ്ചറാണ്. നമുക്ക് സബ്കോൺഷ്യസ്ലി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ നല്ലതല്ല നിങ്ങളുടെ സോളിന്. അതാണ് ഹെയർ ഓഫ് ആൻഡ് പിന്നി വന്നിട്ട് ന്യൂട്രൽ കണ്ടോ. ഫോർഗിവ്നെസ് ചെയ്യും. നിങ്ങൾ സോഷ്യൽ അപ്രൂവലിന് വേണ്ടി നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഫോർഗിവ്നെസ് ഒക്കെ ചെയ്ത് ഹീലിങ്ങിലേക്ക് ഉൾപ്പെടും. കാരണം നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ അത്ര നല്ല പേഴ്സൺ അല്ല എന്നും കൂടി ഒരു വിഭാഗം ആൾക്കാരോട് പറഞ്ഞു തരുന്നത്. ബിക്കോസ് 9 ഓഫ് സോഡ്സിൽ വളരെ എനർജി കുറവുള്ള ആൾക്കാരാണെങ്കിൽ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ് കേട്ടോ. അല്ല, നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്യുന്നവരാണ്, നല്ല രീതിയിൽ ഹൈ പ്രീസ്റ്റസ് എനർജി എത്തിയവരാണെങ്കിൽ നിങ്ങൾക്ക് യൂണിയൻ ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ടും കാണിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, കാരണം 2 ഡക്കിലും സെയിം കാർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വന്ന് നോക്കൂ.
ക്വീൻ ഓഫ് സോഡ്സ് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നവരോട്, ഭയങ്കര ഇൻഡിപെൻഡൻസി, സോഷ്യൽ ബട്ടർഫ്ലൈ ആയിരിക്കും. നിങ്ങൾ ഭയങ്കര സോഷ്യലി റെലവൻ്റായി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. 6 ഓഫ് വാൻസ് എന്ന് വെച്ചാൽ പബ്ലിക് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ പ്രോഗ്രസ്, ഗുഡ് ന്യൂസ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഗുഡ് ന്യൂസ് വരുന്നു. അത് ഈ സെയിം കാർഡ് വന്നിട്ടുണ്ട് 6 ഓഫ് വാൻസ്. കാരണം അതുപോലെ തന്നെ ഇതിൽ 7 ഓഫ് വാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു എനർജി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ചാൻസസ് വളരെ ഹൈ ആണ്. കണ്ടു ബിട്രയൽ, അൺവൈസ് അറ്റംപ്റ്റ്, ഡിസപ്ഷൻസ്, ഗെറ്റിംഗ് അവേ വിത്ത് സംതിങ്. നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ അവരെടുത്തിട്ട് മേ ബി അവർക്ക് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫിസിക്കൽ അട്രാക്ഷൻ ആണെങ്കിൽ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവർ പിന്നെ മെല്ലെ അങ്ങോട്ട് മൂവ് ചെയ്ത് പോകാൻ ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിയൻ റീഡിങ് ചോദിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ പൈൽസ് ആയിട്ടല്ല വെച്ചിട്ടുള്ളത്, പക്ഷേ ശരിക്കും ഒരു പൈൽ 1 പൈൽ 2 എന്ന രീതിയിലാണ് ഈ ഒരു റീഡിങ് വന്നത്. കാരണം ഒന്ന് ഹൈ പ്രീസസ് എനർജി ഉള്ളവർക്കാണെങ്കിൽ യൂണിയൻ പോസിബിലിറ്റി വളരെ ഹൈ ആണ്. എന്നാൽ 9 ഓഫ് സോഴ്സ് എനർജി ഉള്ളവർക്കാണെങ്കിൽ യൂണിയൻ അല്ല, അവിടെ നിങ്ങൾക്ക് കുറേ ലെസൺസ് അവർ പഠിപ്പിച്ച് തരികയാണ്. ബിക്കോസ് അവർ നിങ്ങൾക്ക് കുറേ ഓരോരുത്തരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും കാണിച്ചു തരുന്നതാണ് കാണുന്നത്. ലൈക്ക് ചീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മൂൺ കാർഡ്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഞാൻ, അവർ സോള് പറയുകയാണ്, ഞാൻ നിങ്ങൾ വിചാരിച്ച പോലെ ഞാൻ വന്നത് നിങ്ങൾക്ക് കുറച്ച് പാഠങ്ങൾ പഠിപ്പിക്കാനും എന്താണ് റിലേഷൻഷിപ്പ് എന്ന് കാണിച്ചു തരാനും കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഹയർ ഓഫ് നിങ്ങൾ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് മൂവ് ആവുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഏസ് ഓഫ് സോഡ്സ് ആണ്. 2 പ്രാവശ്യം ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അത് വരുന്നത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കുന്ന സമയം അത് ക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി കോൾഡ് വന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ പറയുന്നത് ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. ആൻഡ് കർമ്മ കണ്ടോ, ജസ്റ്റിസ് എന്ന് വന്നു കഴിഞ്ഞാൽ കർമ്മ കാർഡാണ്. അപ്പം നിങ്ങൾക്കും അവരുമായിട്ടൊരു കർമ്മ കണക്കുണ്ടായിരുന്നു, അത് സെറ്റിൽമെൻ്റ് ആയി. കൂടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ തരാനും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തമ്മിലൊരു കുഞ്ഞി കണക്ഷൻ എന്നോളം കണക്ഷൻസ് ഒരു സെറ്റിൽമെൻ്റ് ആയി. ആൻഡ് മേ ബി നിങ്ങളൊന്ന് ഹീലിംഗിലേക്ക് പോകുമ്പോൾ വൈബ്രേഷൻസ് ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി മാച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു യൂണിയൻ റീഡിങ് 2 തരത്തിലാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജി നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ നല്ല രീതിയിൽ ഹീൽഡ് ആയതാണെങ്കിൽ നിങ്ങൾക്ക് യൂണിയൻ പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അല്ല, നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ലൈഫിലൂടെയാണ് കടന്നു പോയത്, ഭയങ്കരമായിട്ട് എന്താണിത് ഒന്നും ശരിയാവും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒന്നും കറക്റ്റ് ആവുന്നില്ല. ബിക്കോസ് നിങ്ങൾ അലൈൻമെൻറ്റിലല്ല, നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സെൽഫ് ലവ് നിന്നിട്ടല്ല ചെയ്യുന്നത്. സെൽഫ് ലവ് നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സോ 2 തരത്തിലാണ്. ഒന്ന് ചാൻസസ് ഉണ്ട്. 9 ഓഫ് സോഡ്സ് എനർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസസ് ഇല്ല, അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ. അപ്പോൾ കുറേ പേർക്ക് ചീറ്റിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും, സെപ്പറേഷനായി പോയിട്ടുണ്ടായിരിക്കാം, പിന്നെ കോൺടാക്റ്റ് ഇല്ല, നിങ്ങളും മെസ്സേജ് ചെയ്യുമ്പോൾ കോൺടാക്റ്റ് ഇല്ല, അങ്ങനെ ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. മൂൺ കാർഡും കൂടി ഡബിൾ ഡിസെപ്ഷനാണ്. ഓക്കെ, ഫിയർ ആങ്സൈറ്റി, നിങ്ങൾക്ക് ഫിയർ ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാൻ കൂടി നിങ്ങൾക്ക് ഷാഡോ വർക്ക്സ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവരുടെ വരവ്. ഓക്കെ, സോ ദിസ് ഇസ് എ യൂണിയൻ റീഡിങ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 തരത്തിലൊക്കെ ആൻസേഴ്സ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവരുടെ എന്തെങ്കിലും മെസ്സേജസ് നോക്കാം. ഒരു കാർഡ് വീണിട്ടുണ്ട്, ബിസി റൈറ്റ് നോ. ചിലപ്പോൾ സെക്കൻഡ് പേഴ്സൺസ് പറയുന്നുണ്ട് ഞാൻ ബിസിയാണ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത രീതിയിൽ, താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ടാവില്ല, ഞാൻ ബിസി ആണെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. സൈഡ് ജെമിനി, ലീബ്ര, അക്യൂറിയസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. യൂണിവേഴ്സ് സ്പിരിറ്റ് സൈഡ്. ഇനി ഒരു മെസ്സേജും കൂടി. ഓക്കെ, 2 കാർഡ് വന്നിട്ടുണ്ട്. ഐ നോ വി ആർ സോൾമേറ്റ്. ഫസ്റ്റ് എനർജി ഉള്ളവരായിരിക്കും നമ്മൾ സോൾമേറ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. രണ്ടാമത്തെ ആളുടെ എനർജിയായിട്ട് ഫീൽ ചെയ്യും. ഇല്ലൂഷണറി വേൾഡ്, അവർ ഭയങ്കര മായാലോകത്താണ്. അവർ വിചാരിക്കുന്നത് എന്തൊക്കെയോ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രമാണ് ലൈഫ് ഉണ്ടാവുക എന്നാണ്. ഒരു കാർഡും കൂടി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്തൊക്കെയോ മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിവിടെ ടാരോ ഹീലറാണ്. ബേസിക്കലി കാർമിക് സോൾമേറ്റ്സ് ഞാൻ പറഞ്ഞില്ല കണ്ടോ, കർമ്മ ഉണ്ട്, ജസ്റ്റിസ് കർമ്മ ഉണ്ട്. അതുകൊണ്ട് കാർമിക് സോൾമേറ്റ് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ആൻഡ് കാർമിക് ഈസ് റിലീസിങ്. ജസ്റ്റിസ് കാർഡ് വന്നതാണ്, കർമ്മ റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ്. നിങ്ങൾക്ക് ടാരോ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ പെയ്ഡ് ആയിരിക്കും. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി വളരെ ഡൗൺ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഇവിടുന്ന് 7 ഡേയ്സിന് ഹീലിംഗ് ചെയ്ത് തരുന്നതാണ്. അത് പെയ്ഡ് ആയിരിക്കും കേട്ടോ. ആൻഡ് കർമ്മ റിലീസിങ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ഭയങ്കര നെഗറ്റീവ് എനർജീസ് വന്നിട്ട്, ബ്ലാക്ക് മാജിക് എനർജീസ് വന്നിട്ട് അവർക്ക് തീരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു 21 ഡേയ്സിൻ്റെ ഹീലിങ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഒരുപാട് ചെയ്തു, മീൻസ് ഇത്ര നാളായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അവർക്ക് അറിയുന്നില്ല എന്നൊരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടാരോ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോഴാണ് കാണുന്നത്. 2 കൊല്ലമായിട്ട് സെർച്ച് ചെയ്യായിരുന്നു ടാരോ ആരോ പഠിപ്പിക്കാൻ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വോയിസിൽ പറയുമ്പോഴാണ് കേട്ടത്. അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് December 3 ബാച്ച്, നെക്സ്റ്റ് ഐ തിങ്ക് 5th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സബ് കോൺഷ്യസ് ഹീലിംഗ് സൂപ്പറാണ് കേട്ടോ. നമുക്ക് കുറേ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ റൂട്ട് കോസായിട്ട് നമുക്ക് ലിമിറ്റഡ് ബിലീവ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് മാറ്റി ഹീൽ ചെയ്യുന്നതാണ്. ഓക്കെ, സബ് കോൺഷ്യസ് ഹീലിംഗ് ശരിക്കും അതിൽ കുറേ ടെക്നിക്സാണ്. ശരിക്കും ഞാനത് സബ് കോൺഷ്യസ് ഹീലിംഗ് എന്ന രീതിയിൽ പഠിച്ചത് അത്യാവശ്യം എമൗണ്ട് കൊടുത്തിട്ടാണ്. നിയർലി ഒരു 4,999, നിയർലി 5,000 രൂപ വെച്ചിട്ടാണ് പഠിച്ചത്. പക്ഷെ ഞാനിവിടെ കുഞ്ഞ് എമൗണ്ടിലാണ് ചെയ്യുന്നത്. 1,000 സംതിങ് മാത്രമാണ് ഞാൻ റേറ്റ് വെച്ച് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറൊക്കെ ആവുമ്പോഴേക്കും എമൗണ്ട് കൂടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ മാക്സിമം സബ് കോൺഷ്യസ് ഹീലിങ്ങിന് വേണ്ടവർ ബന്ധപ്പെടും. നിങ്ങൾക്ക് തോന്നുക ഇങ്ങനെ പറയുമ്പോൾ സോൾ പറയുകയാണ് യെസ് യു ഷുഡ് ഗോ എന്ന് തോന്നുകയാണെങ്കിൽ നോക്കാതെ നിങ്ങൾ വരിക. അല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ നോക്കാമെന്നാണ് സോൾ പറയുന്നതെങ്കിൽ അത് കേൾക്കുക. ഇൻറ്റ്യൂഷൻ എപ്പോഴും കേൾക്കണം കേട്ടോ. ഓക്കെ, ആൻഡ് പെയ്ഡ് റീഡിംഗ് ആയിരിക്കും, പേഴ്സണൽ റീഡിങ്. ദയവ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ മാം ക്വസ്റ്റ്യൻ ഇതാണ്, പേര് DOB, ക്വസ്റ്റ്യൻ പറയുക ആൻഡ് ഗൂഗിൾ പേ ചെയ്യും. ദിസ് ഈസ് ദ വേ. ഓക്കെ, അപ്പോൾ ഡേറ്റ്സ് എന്താണുള്ളത് വെച്ചാൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് പേഷ്യൻസോടെ ഇരിക്കണം, കാരണം കറക്റ്റ് റീഡിങ് കിട്ടണമെങ്കിൽ പേഷ്യൻ്റായിട്ട് ഇരിക്കണം. കാരണം കുറച്ച് റീഡിങ്സ് മുന്നത്തേക്ക് ഉണ്ടായിരിക്കും എനിക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡേറ്റ്സ് പറയുക. ഓക്കെ, സോ താങ്ക് യു.